യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ. ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ശ്രദ്ധിച്ചേ വാക്ക്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ. ആരാണ് ജ്ഞാനി? ഇത് പറയുമ്പോൾ കൊരിന്ത ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്ത ഞാൻ ഒന്ന് നിങ്ങളെ കൊണ്ടുവരട്ടെ. കൊരിന്ത ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തിലെ വലിയ ജ്ഞാനികൾ, വലിയ ബുദ്ധിജീവികൾ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിലെ പോലെയുള്ള വലിയ വലിയ തത്വജ്ഞാനികൾ, അവരൊക്കെ പോഷന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളാണ് ജ്ഞാനികൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷത്വമായി. ലോകത്തിൻ്റെ അറിവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതോ, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോ, ലോകത്തിലെ കുറേ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോ, ലോകത്തിലെ മറ്റു പല കാര്യങ്ങളും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നേടി അതിൽ PhD എടുക്കുന്നതോ, അതൊക്കെ ഈ ലോകത്തിലെ നല്ല കാര്യങ്ങളാണെങ്കിലും ദൈവസന്നിധിയിൽ വട്ടപൂജ്യമാണ്. ഒരു വിലയില്ല അതിന്. എനിക്ക് ഒത്തിരി ആ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്, ഒത്തിരി. എങ്കിലും ചുരുക്കി പറയാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വായിക്കുക. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ രക്ഷിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദം തോന്നി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ. എന്താണ് പ്രസംഗത്തിൻ്റെ പോഷത്വം? ബുദ്ധിജീവികൾക്ക് ഇത് അറിയത്തില്ലേ വിഷയം? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചുകൊണ്ട് മരിച്ചു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശു കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷകവുമായ നിൻ്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടും. നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പോകാം, നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാം. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിത്യത പ്രാപിക്കാം, ദൈവരാജ്യം പ്രാപിക്കാം, സ്വർഗരാജ്യം പ്രാപിക്കാം എന്ന് പറയുമ്പോൾ ആധുനിക മനുഷ്യന് അത് പോഷത്വമാണ്. സ്വത്രം മനസ്സിലായോ? അതെവിടെ പറയുന്നേ? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്താ ഈ പ്രസംഗത്തിന്റെ പോഷത്വം? 2000 വർഷം മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചു. മാനവജാതിയുടെ രക്ഷകനായി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പറഞ്ഞ് നാം പ്രസംഗിക്കുമ്പോൾ അത് വിശ്വസിച്ച് വരുന്നവനാണ് രക്ഷ. ഇല്ലാത്തവന് ശിക്ഷാവിധിയിലപ്പെടും. രക്ഷിക്കപ്പെടാത്തവൻ ശിക്ഷാവിധിയിലേക്ക് പോകും. അവൻ ഏതൊരു ജാതിക്കാരനും ഏത് ഗോത്രക്കാരനും ഏത് വംശക്കാരനും ഏത് ഭാഷക്കാരനും എത്ര വലിയവനും എത്ര ചെറിയവനാണെങ്കിലും സംഭവിക്കുന്ന ഇതാണ്. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവന് നിത്യസ്വർഗം കിട്ടും, അല്ലാത്തവരെല്ലാം നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും. യാതൊരു സംശയമില്ല കാര്യം. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം വിവിധ മീഡിയേറ്ററിലൂടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷത്തിൽ മാത്രമേ മനുഷ്യന് ആത്മരക്ഷയുള്ളൂ. വേദപുസ്തകത്തിൽ മാത്രമേ മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇതര പുസ്തകങ്ങൾ പറയുന്നതൊക്കെ പോഷ്കാണ്. സത്യവേദ പുസ്തകം
പണ്ടൊരു ഉദ്ദേശി എന്നോട് പറഞ്ഞു, നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്താ? സത്യവേദ പുസ്തകം. അപ്പോൾ അതാ സത്യം, മറ്റതൊക്കെ ഭാവനകളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മദ്യം കിട്ടും, മദിരാക്ഷി കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പോഷകമാണ്. സ്വജാതിക്കാരനെ കൊന്നാൽ മറ്റുള്ളവന് മോക്ഷം കിട്ടും എന്ന് പറയുന്നത് എന്ത് പോഷകമാണ്. ഒരു മനുഷ്യനോട് പുറത്തു പറയാൻ പറ്റുമോ? ക്രിസ്തു വിശ്വാസത്തിൽ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ കർത്താവ് എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. ജാതികളെ, യവനന്മാരെ, യഹൂദന്മാരെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായാലും അവരെ കൈക്കൊണ്ടില്ല. യഹൂദന്മാരെ രക്ഷിക്കാനായിട്ട് കർത്താവ് വന്നു, പക്ഷേ അവരവനെ തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ജാതികളിലേക്ക് തിരിഞ്ഞു. ഏതായി ജാതികൾ? മീൻ പിടിച്ച് നടക്കുന്ന മുക്കുവന്മാര്, യവനായരായ ജാതികൾ, കഞ്ഞിക്ക് വകയില്ലാത്തവര്. ഇനിയിപ്പോൾ ഒരു പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയാൽ കഞ്ഞിക്ക് വകയില്ലാത്തവൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല. അവിടെ പോയെന്ത് കിട്ടാൻ? ഒരു ചായയും കിട്ടത്തില്ല, 100 രൂപയും തരത്തില്ല. അവർ 100 ഉപദേശന്മാർക്ക് 100 ഇപ്പോൾ വേണ്ടത്, പണം തരത്തില്ല. പിന്നെ എന്തിനാ അവിടെ പോകുന്നത്? 10 ചക്രമുള്ളവരുടെ വീട്ടിലേക്ക് പോവുക. പൗലോസ് പറഞ്ഞു, ദരിദ്രരെ ഓർത്തുകൊള്ളണം. കർത്താവ് മനുഷ്യനായിട്ട് വന്ന് തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് മുക്കുവന്മാരുടെ ഇടയിലാണ്, മീൻ പിടിക്കുന്നവരുടെ ഇടയിലാണ്, സാധാരണക്കാരുടെ ഇടയിലാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരുത്തന്മാരായ ശിഷ്യന്മാരാരാന്ന് ചോദിച്ചാൽ പൗലോസ് ഒഴികെ മറ്റുള്ളവരെല്ലാം വിദ്യാഭ്യാസമില്ലാത്തവരും സാധാരണ മനുഷ്യരായിരുന്നു. അവരൊന്നും ജ്ഞാനികളല്ല. യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരെന്നുള്ള ചോദ്യം, അതോടാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ പോകാനിടയായത്. അപ്പോൾ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ യേശു ക്രിസ്തു ആരാ? ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു. 1 കൊരിന്ത്യർ 2:6-8 വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അതുകൂടി ഞാൻ വായിക്കാം. എന്നാൽ തികഞ്ഞവരുടെ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവലോക സൃഷ്ടി മുതൽ ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുന്നേമിച്ചതും മറഞ്ഞിരുന്നതുമായ മർമ്മപത്രേ ഞങ്ങൾ ജ്ഞാനമായി പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം ഏതാ? മർമ്മം. ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായ ക്രിസ്തു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. യഹൂദ ജാതി വലിയ പ്രഭുക്കന്മാരാണ്, ഇന്നും അവർ വലിയ ഒമ്പന്മാരാണ്. അമേരിക്കയെ നിലനിർത്തുന്നവരാ. അവരിപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അമേരിക്ക തലയും കുത്തി തറയിൽ പോകും, അവിടെ എക്കണോമി എല്ലാം പോകും. അതുപോലെ ബുദ്ധിരാക്ഷസന്മാരായ യഹൂദന്മാരാണ് അവരുടെ തലപ്പത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനമത്രയും ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ ജ്ഞാനമെന്ന് പറയുമ്പോൾ വേറെ പല കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിന് 26 മുതൽ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1:26 മുതൽ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാർ വേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലീഹീനവും നികൃഷ്ടവുമായി ഏതുമുള്ളവരെ തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നു, കർത്താവിൽ പ്രശംസിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരൊക്കെ ജ്ഞാനികളാണ്. പൗലോസിന്റെ ഒരു പദപ്രയോഗം കൂടി ഞാൻ അങ്ങോട്ട് വായിക്കാൻ പോവാം. 1 കൊരിന്ത്യർ 2 ഞാനും സഹോദരന്മാരെ നിങ്ങളിൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് സ്ഥാപിക്കാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി
നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനത്തോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. പൗലോസ് വലിയ ജ്ഞാനിയ, പൗലോസ് യഹൂദ റബ്ബിയ, പൗലോസ് ന്യായപ്രമാണം പഠിച്ചവനാ, പൗലോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനാ. പക്ഷെ താനവിടെ തന്നെ താഴ്ത്തുക. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. മനുഷ്യനായ എൻ്റെ ജ്ഞാനത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും. അന്നത്തെ പ്രോസ്പെരിറ്റിക്കാർ ചിന്തിച്ചോളും. ചപ്പും ചവറും പറഞ്ഞ് കർത്താവിലേക്ക് ജലത്തെ നടത്താമെന്ന് ആരും ചിന്തിക്കരുത്. ആരും നടക്കില്ല. ഉള്ള വിശ്വാസം കൂടി പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണങ്ങൾ, ആത്മാവിൻ്റെ ശക്തി. ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്നത് ആത്മശക്തിയാലാണ്. തൻ്റെ പ്രസംഗം ദൈവവചനമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പ്രസംഗിക്കുക. അല്ലാത്ത ശുശ്രൂഷകളെല്ലാം കണ്ടം ചെയ്ത് ദൂരെ കളയണം. കാറ്റ് കൊടുക്കലും ഊതിയിടലും ഉന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിക്കലെല്ലാം ഭൗതിക അനുഗ്രഹം വാരിക്കോരി തറയുമെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം കണ്ടം ചെയ്ത് ദൂരെ കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ വചനത്തിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രവർത്തനം അത്രയേ. ദൈവവചനം ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ചില പ്രവൃത്തികൾ കാണാറുണ്ട്. രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ട്, ദൈവമഹത്വം അവിടെ ഇറങ്ങുന്നുണ്ട്. അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. ഹല്ലേലൂയ, 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 സ്തോത്രം. ഈ ഒന്ന് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം പഠിച്ചാൽ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. ജ്ഞാനികളെ ദൈവം തിരഞ്ഞെടുത്തില്ല ശുശ്രൂഷയ്ക്കായിട്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവലോകത്തിൽ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവലോകത്തിൽ ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവലോകത്തിൽ കുലീഹീനന്മാരായവർ, നികൃഷ്ടമായവർ, ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലുന്നവര്, ഏതുമില്ലാത്തവർ തിരഞ്ഞെടുത്തു. എന്തിനാ കാര്യം? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. അതിനെ അങ്ങനെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടത്. അതിന്ന് പലരിലും കാണുന്നില്ല. ലോകത്തിൻ്റെ ജ്ഞാനവും ലോകത്തിൻ്റെ ശക്തിയും. പാസ്റ്റർമാർക്കെല്ലാം 3ഉം 4ഉം വക്കീലിനെ അറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വക്കീലിനെ വിളിച്ചോണ്ട് കാശും കൊടുത്തിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതാണ്. പീഡകൾ നടക്കുമ്പോൾ, സഭകളിൽ ചർച്ചകളിൽ പീഡകൾ നടക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കരയണം, നിലവിളിക്കണം. നമ്മളെ പീഡിപ്പിക്കാൻ വരുന്നവർ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നമ്മളെ കൈക്ക് പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ മാനസാന്തരപ്പെടണം. ഇവാൻ റോബിൻസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടണം. കരുത്തന്മാരായ ദൈവമക്കളായി നമ്മൾ തീരണം. യാക്കോബിൻ്റെ ലേഖനം ഞാൻ 2-ാം അധ്യായത്തിലേക്ക് വന്ന് 3-ാം അധ്യായത്തിലേക്ക് വന്ന് പെട്ടെന്ന് വാക്കുകൾ ചുരുക്കാൻ താല്പര്യപ്പെടുക. നിങ്ങളിൽ ജ്ഞാനിയും വിവേകമായവനാണ്. അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പം ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താ? സൗമ്യത, നല്ല നടപ്പ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ കണ്ടം ചെയ്ത് ദൂരെ കളഞ്ഞു. ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്, ഭോഷ്ക് പറയരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഭോഷ്ക് പറയുന്ന ജ്ഞാനം ഉയരത്തിൽ നിന്ന് വരുന്നതല്ല. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ശ്രദ്ധിക്കണേ, ഒരു തിരുത്തുണ്ട്. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ശ്രദ്ധിക്കണം, ഞാൻ ഉയരത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു ശ്രമിക്കുക. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവും ഏതാ? ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ഏതാ? 12-ാം വാക്യം.
ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ നിർമ്മലം, സാവധാനവും, ശാന്തതയും, അനുസരണമുള്ളതും, കരുണയും, സൽഫലം നിറഞ്ഞതും, പക്ഷപാതം നിറഞ്ഞതും, കപടമില്ലാത്തതുമാണ്. അതാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. ഇവിടെ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവും പിന്നെ ഭൂമിയിലുള്ള ജ്ഞാനവും അതിനെക്കുറിച്ച് പറയുക. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. കയ്പുള്ള ഈർഷ്യയും പിണക്കവും ശാഠ്യവും ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ ഈ ഭൂമിയിലുള്ള ജ്ഞാനം. പ്രാകൃതമായ ജ്ഞാനം, പൈശാചികമായ ജ്ഞാനം എന്താ? കയ്പുള്ള ഈർഷ്യാശാഠ്യവും ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനികളാണ് സംസാരിക്കുന്നത്. വലിയ വലിയ ധനാഢ്യന്മാർ അവർ മറ്റുള്ളവരെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഉയരത്തിലുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്താണ്? ഒന്നാമത് നിർമ്മലം, രണ്ടാമത് സാവധാനവും, മൂന്നാമത് ശാന്തതയും, നാലാമത് അനുസരണയുള്ളതും, അഞ്ചാമത് കരുണയുള്ളത്, ആറാമത് സൽഫലം നിറഞ്ഞവർ, ഏഴാമത് പക്ഷപാതമില്ലാത്തവർ, എട്ടാമത് കപടമില്ലാത്തവർ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവും ഈ ഭൂമിയിലുള്ള ഭൗമികമായ ജ്ഞാനവും തമ്മിൽ യാക്കോബ് നന്നായിട്ട് പഠിപ്പിക്കുക. നമ്മൾ ജ്ഞാനികളാണെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കർത്താവിൻ്റെ സ്വഭാവം ഒപ്പിയെടുക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിത്തീരണം. അല്ലാത്ത ജ്ഞാനമൊന്നും ഉയരത്തിലെ ജ്ഞാനമല്ലെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. വളരെ ഗഹനമായൊരു പഠനമാണ്. ഞാൻ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് ഇത് പറയാനിടയായി. യാക്കോബിൻ്റെ ലേഖനം മൊത്തമായിട്ട്, അതിൻ്റെ 3-ാം അധ്യായം മൊത്തമായിട്ട് നമ്മൾ പഠിച്ചാൽ സ്വത്രം അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് ഉപദേഷ്ടാക്കന്മാരാകരുത്. നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നവരാണ്. എന്നാൽ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരം മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ, കരുത്തനായ പുരുഷൻ. നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? വാക്കി തെറ്റിപ്പോകുന്നുണ്ടാ? വാക്കി തെറ്റുന്നുള്ള ശക്തി ചോർന്നു പോകുന്നത്. വാക്കി തെറ്റില്ലെങ്കിൽ ശക്തി തോർന്നു പോകത്തില്ല. നമ്മളിൽ ആത്മശക്തി കാണും, ദൈവകൃപ കാണും. അത് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാനിടയായിത്തീരും. എന്നാൽ ഈർഷ്യയും ശാഠ്യവും കയ്പും ഉണ്ടെങ്കിൽ അത് പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനമാണ്. നമുക്ക് വേണ്ടത് പൈശാചികമായ ജ്ഞാനമല്ല, ആത്മീയമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, വചനത്തിൻ്റെ ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവുണ്ട്. ലേഖനത്തിലെ ഒരു പഠനമാണത്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ച് നല്ല ആത്മീകരായി നമ്മൾ ജീവിക്കണം. ആ ഭാഗം ഇവിടെ എഫേസ്യ ലേഖനം അതിൻ്റെ എല്ലാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവും യേശുക്രിസ്തുവായവൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനം വേണം. നീ ഇടയ്ക്കൊരു പാസ്റ്റർ പ്രസംഗിച്ചു, നമ്മളൊരു തെണ്ടിയാകണം ദൈവസന്നിധി. ഒരു തെണ്ടിയാകണം. തെണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്ക് ആരാധനിക്കാൻ അറിയത്തില്ല, എനിക്ക് നന്നായി ജീവിക്കാൻ അറിയത്തില്ല. കർത്താവേ, ഇതിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് അങ്ങയുടെ ഒരു മകനായി ഒരു മകളായി തീരുവാൻ എവിടെ നിന്നെ സഹായിക്കണം. എനിക്കൊന്നും അറിയത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ സമ്മതിക്കണം. ഏതൻസിൻ്റെ തെരുവീതിയിൽ സോക്രട്ടീസ് ഒരു സമയം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കുട്ടികളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്കൂളിൽ കൂടി ഇങ്ങനെ പോവുക. സോക്രട്ടീസ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ എങ്ങോട്ട് പോകുന്നു? സ്കൂളിൽ പോകും.
സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? പഠിക്കാൻ പോകുന്നു. പഠിപ്പിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു? പഠിച്ചിട്ട് വലിയ ആളാകും ഞങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നല്ല ജോലികളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങൾ കുടുംബസ്ഥരായി ഭാര്യമാരെ ആയിട്ട് ഞങ്ങൾ ജീവിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞു കുട്ടികളായി ഒരു വലിയ കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കും. എന്നിട്ട് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ജീവിച്ച് അവസാനം ഞങ്ങൾ മരിച്ചു പോകുന്നു. മരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് സോക്രട്ടീസിന്റെ ചോദ്യത്തിൽ കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോയത്. മരണാനന്തര ജീവിതത്തിൽ സോക്രട്ടീസിന് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ സ്വർഗരാജ്യം നിത്യരാജ്യത്തിലേക്ക് പോകുമെന്നുള്ളത് അദ്ദേഹം അറിയാം. കാരണം ഒരു തത്വജ്ഞാനിയായിരുന്നു. സോക്രട്ടീസ് ഒരു തത്വജ്ഞാനിയായിരുന്നു. ഹല്ലേലൂയ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുതെന്ന ആ കൊലോസ് ലേഖനം പഠിപ്പിക്കുന്നത്. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് യാതൊരു ഗുണമില്ലെന്നുള്ളത് മനസ്സിലായി. യഥാർത്ഥ ജ്ഞാനം. അദ്ദേഹത്തോട് ചില ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ അറിവെന്താണ്? ഏറ്റവും വലിയ ജ്ഞാനം എന്താണ്? എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരറിവാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ്. അതാണ് എൻ്റെ ജ്ഞാനം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇച്ചിരി എന്തെങ്കിലും പഠിച്ചവനാ. 2 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചൊരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഒരു ബൈബിളും പിടിച്ചൊരു ബാഗും പിടിച്ച് ഒരു വെള്ളവും പിടിച്ച് കിടന്ന ശിഷ്യനാകുമോ? ഇല്ല. ദീർഘവർഷങ്ങൾ ദൈവവചന പരിജ്ഞാനമുള്ള ദൈവദാസന്മാരുടെ കൂടെ നടന്ന് വചനം അഭ്യസിച്ച് പഠിച്ചും ധ്യാനിച്ചും വരുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആത്മീയമായ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഇങ്ങോട്ട് വന്ന് ഈ വചനത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. കൊരിന്ത്യർ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അവർ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു. വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നതയുണ്ട്. അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെടുക്കണം, പ്രാപിച്ചെടുക്കണം, അല്ലാതെ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. ഈ ലോകത്തിലെ സയൻറ്റിസ്റ്റുമാർ, ലോകത്തിൻ്റെ വിവിധ നല്ല ശാസ്ത്രജ്ഞന്മാരെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു പോഷന്മാരാണ്. ഞാനും ദൈവം ഈ കൽപ്പനകൾ പ്രമാണിച്ചനുസരിച്ച് ജീവിച്ചാൽ നമ്മളാണ് ജ്ഞാനികൾ, നമ്മളാണ് വിവേകികൾ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. റോമാലേഖനത്തിലേക്ക് എൻ്റെ ചിന്ത വരിക. എന്താണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അനീതിക്കും അഭക്തിക്കും മീരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിന് വെളിപ്പെട്ട് വരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം നിരൂപണങ്ങളിൽ അനുസരിച്ച് ജീവിക്കരുത്. സോളമൻ പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഹല്ലേലൂയ. ഇവിടെ തങ്ങളുടെ നിരൂപണങ്ങളിൽ ഒരു വ്യർത്ഥരായി തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂഢരായി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ ജ്ഞാനികൾ എന്ത് ചെയ്തു? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. തങ്ങളുടെ നിരൂപണങ്ങളിൽ ഇവരായപ്പോൾ എന്തു പറ്റി? ജ്ഞാനികളെന്ന് പറഞ്ഞ ഒരു മൂഢന്മാരായപ്പോൾ പിന്നെ എന്താ പറ്റി? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധന തുടങ്ങി. പേഗൻ മതങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കാൻ അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തെ വിട്ടുകളഞ്ഞപ്പോൾ ദൈവം അവരെ അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സർവ്വം സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. അപ്പോൾ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ജ്ഞാനത്തിൽ ഊന്നിയപ്പോൾ എന്തായി മാറി? ഇവർ പോഷന്മാരായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവും നമ്മുടെ അറിവും നമ്മുടെ എല്ലാം
താഴത്ത് വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ല കർത്താവേ, എനിക്ക് വിവേകമില്ല കർത്താവേ, എനിക്ക് പരിജ്ഞാനമില്ല കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? നമ്മുടെ പ്രസംഗങ്ങൾ പലതും അക്ഷരങ്ങൾ വെച്ചുള്ളതാണ്. പത്തിക്ക ഇതൊക്കെയാ പ്രസംഗം. കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതെന്താ പൗലോസ് പറയുന്നേ? ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 17-ാം വാക്യം. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ്. വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ പത്തിക്കയും പത്തിഞ്ഞയും പറയുമ്പോൾ ഇന്നത്തെ ഗുണം പിടിക്കാത്ത വിശ്വാസികൾ എന്താ വിചാരിക്കും? അയ്യോ, പാസ്റ്റർ ഭയങ്കര പ്രാസംഗിക, പാസ്റ്റർ വലിയ അറിവുള്ളവനാണ്. ഈ ലോകത്തിൻ്റെ അറിവ് പ്രാപിച്ചല്ല പ്രസംഗിക്കേണ്ടത്. സ്തെഫാനോസ് ആത്മാവിൽ പ്രസംഗിച്ചു, പത്രോസ് ആത്മാവിൽ പ്രസംഗിച്ചു, പൗലോസ് ആത്മാവിൽ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പ്രസംഗിക്കേണ്ടത്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെയാണ് പ്രസംഗിക്കേണ്ടത്. അതാണ് വിശ്വാസികൾക്ക് ഗുണമുള്ളത്. അത് കേട്ടാണ് വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അത് കേട്ടാണ് വിശ്വാസികൾ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. അത് കേട്ടാണ് വിശ്വാസികൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചല്ല, വചനം വായിച്ച് പ്രാർത്ഥിച്ച് ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം. അതാണ് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഉയരത്തിലെ ജ്ഞാനമോ. ഹല്ലേലൂയ. ഒന്നാമത് നിർമ്മലവും സമാധാനവും ശാന്തതയും കരുണയുള്ളതും അനുസരണമുള്ളതും സൽഫലം നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും കപടമില്ലാത്തതുമാകും. അതായി ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനമോ കയ്പും ഈർഷ്യയും ചാഢ്യവും, ജഡത്തിൻ്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനികളുള്ളത്. എന്നാൽ ആത്മീകമായ ജ്ഞാനമുള്ളവർക്ക്, ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർക്ക് ഉണ്ടാകുന്ന സദ്ഗുണങ്ങൾ ഇതൊക്കെയാണ്. എന്തുണ്ടാകും? നിർമ്മലമായ ജീവിതമുണ്ടാകും, സമാധാനമുണ്ടാകും, ശാന്തതയുണ്ടാകും, അനുസരണമുണ്ടാകും, കരുണയുണ്ടാകും, സൽഫലമുണ്ടാകും, പക്ഷപാതവും കപടവും ഇല്ലാത്തതായിരിക്കും. കരുണ കാണിക്കും, സാധുക്കളോട് കരുണ കാണിക്കും. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിച്ച് പഠിച്ചല്ലോ അല്ലേ? എത്ര മനോഹരം. സഹോദരന്മാരെ, നിങ്ങളൊരുത്തൻ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? അവിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാകുന്നു, ചത്തതാകുന്നു. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകണം. ധനാഢ്യരായ വിശ്വാസികൾ സാധുക്കളായ വിശ്വാസികളെ കാണുമ്പോൾ അവരെ സഹായിക്കണം, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം, അവിടെ കുഞ്ഞുകുട്ടികൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കണം. കഷ്ടത അനുഭവിക്കുന്നവരെ അവരുടെ കഷ്ടതയ്ക്ക് ഏറ്റ നിലയിൽ ഒരാശ്വാസമായി നിൽക്കണം, ചേർത്ത് പിടിക്കണം. ഒക്കെ ദൈവമക്കൾ ചെയ്യണം. ഇതാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. പ്രായോഗിക ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം യാക്കോബ് പഠിപ്പിക്കുക. യാക്കോബ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലേഖന പഠനം വളരെ മനോഹരമായിരിക്കുന്നു, വളരെ അനുഗ്രഹമായിരിക്കുന്നു. നിങ്ങളിത് 1-2 പ്രാവശ്യം വായിച്ച് കേട്ട് പറ്റുമെങ്കിൽ എൻ്റെ നോട്ട്സുകൾ എഴുതി എന്തൊക്കെയാണ് യാക്കോബ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന്. അടിയൻ പറഞ്ഞത് മുഴുവൻ ഗ്രഹിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞ്
യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായമായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലേഖനം മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കും. കരുത്തോടെ മുൻപോട്ട് പോകാനിടയായിത്തീരും. പ്രാർത്ഥനാ മനുഷ്യനായി, വിശുദ്ധനായ ഒരു മനുഷ്യനായി, സ്വത്രം നാവുകളെ കടിഞ്ഞാനിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? കരുത്തനായ, ശക്തനായ ഒരു മനുഷ്യനായി നമ്മൾ തീരുകയാണ്. നാവ് ഒരു തീയാണ്, നാവ് ഒരു വിഷമാണ്, പോയിസൺ ആൻഡ് ഫയർ. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വാക്കുകൊണ്ട് ഒരുത്തനൊരു ജോലി ഇല്ലാത്തൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും അവനെ. അത് ദൈവത്തിലെ പ്രവൃത്തിയാണെന്നേ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നീ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ സൗഖ്യമായിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. കാരണം നമ്മുടെ നാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക. അറിഞ്ഞു അറിയാതെ എൻ്റെ നാവിലൊക്കെ പല തെറ്റുകുറ്റങ്ങളൊക്കെ വരാറുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ടിരാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടുകൊണ്ടിരാം. ശുദ്ധീകരണം പ്രാപിക്കാം. കർത്താവ് വരാറായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരിയും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ യാക്കോബിൻ്റെ ഈ പ്രബോധനങ്ങൾ, യാക്കോബ് പറഞ്ഞത് ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഓദർ യാക്കോബാണ്. ഇതിൻ്റെ ഓദർ സ്വർഗത്തിലെ ദൈവമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം മൂന്നാമധ്യായത്തിലെ തിരുവന സത്യം ദൈവദാസിൽ കൂടി ഈ വചനങ്ങൾ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപക്കായ സ്തോത്രം. ഈ യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വചനങ്ങൾ അത് ഏറ്റെടുക്കുവാൻ കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുവാൻ വചനങ്ങൾ അനുസരിപ്പാൻ കൃപ തരണം. വചനങ്ങൾ കേട്ടനുസരിപ്പാൻ കൃപ തരണം. സ്വത്രം, 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 ഞങ്ങൾ ആശ്വസിപ്പിച്ച ദൈവം നടത്തണമേ. ഞങ്ങൾ യാത്രയായിരിക്കണമേ. കർത്താവ് വീണ്ടും അടുത്ത ഞായറാഴ്ച യോഹന്നാന്റെ ലേഖനത്തിൽ കൂടി ആഴമായ പഠനങ്ങൾ കർത്താവ് പ്രാർത്ഥനയുടെതായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അതനുസരിപ്പാനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് മഴയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവ് മുഖാന്തരം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ.